ഓരോരുത്തരും തങ്ങളുടെ ധർമ്മത്തെ രക്ഷിക്കണമെന്ന സന്ദേശമാണ് രാമായണം പഠിപ്പിക്കുന്നത് എന്ന് മാതാമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി പറഞ്ഞു. ധർമ്മത്തെ ഹനിക്കുന്നവർ സ്വയം ഹനിക്കപ്പെടും. അധർമ്മത്തിന്റെ പാത നമ്മെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും അധർമ്മമാണ് ദുഃഖകാരണമെന്നും സ്വാമി പറഞ്ഞു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതേ നമഃ. ഓം അമൃതേശ്വരിയേ നമഃ. ഇപ്പോൾ രാമായണ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും അതോടൊപ്പം തന്നെ രാമൻ്റെ ജീവിതസഞ്ചാരത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമായണത്തിന് എന്താണ് ഈ കർക്കിടക മാസത്തിൽ ഇത്രയും പ്രസക്തി? കർക്കിടക മാസത്തിൽ എന്തിന് നാം രാമായണം പാരായണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ധാരാളം ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കർക്കിടക മാസത്തിന് എന്താണ് സവിശേഷത ഉള്ളത്, അതുപോലെ രാമായണത്തിൻ്റെ സവിശേഷത എന്താണ്. ഇത് രണ്ടും നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രസക്തി, കർക്കിടക മാസത്തിൽ രാമായണ മാസം ആചരിക്കുന്നതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ ഒരു ആചരണം കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇടക്കാലത്ത് പക്ഷേ അത് നിന്നുപോയിട്ടുണ്ടായിരുന്നു. രാമായണത്തിനുള്ള പ്രസക്തി നൽകുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു 40 വർഷങ്ങളോളമായിട്ട് രാമായണ മാസമായിട്ട് വീണ്ടും നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, പൊതുവേ അമംഗളകരമായിട്ടുള്ള മാസമായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ വിവാഹം, അതുപോലെ ചോറൂണ്, അത്തരം അതുപോലെ തന്നെ പുരവാസ്തു ബലി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ നടത്താറില്ല. കർക്കിടകം കഴിയട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ കർക്കിടകത്തിന് മുൻപായിട്ട് നടത്തും. ഒരു അമംഗളകരമായിട്ടുള്ള മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പഞ്ഞമാസമാണെന്ന് പറയും. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന് പറയും. കൂടുതൽ രോഗങ്ങളൊക്കെ വരുന്ന അവസ്ഥ, അതുപോലെ ദാരിദ്ര്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു അമംഗളകരമായിട്ടുള്ള മാസമായിട്ട് കർക്കിടകത്തെ കാണുന്നു എന്നുള്ളതാണ്. ആ മാസത്തിലാണ് നാം രാമായണം പാരായണം ചെയ്യുന്നത്. രാമായണ പാരായണവും രാമൻ്റെ കഥകളെ കഥനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അമംഗളകരമായ സമയങ്ങളിൽ രാമായണത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ, നമുക്കറിയാം, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണെന്നാണ് പറയുന്നത്. പണ്ടുകാലങ്ങളിൽ നമുക്കറിയാം, സന്ധ്യാനാമം ജപിക്കുന്നതിന് തന്നെ സാധാരണ രീതിയിൽ നമ്മൾ പൊതുവായി പറയുന്നത് രാമനാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സന്ധ്യാനാമം ജപിക്കുന്ന സമ്പ്രദായവും നമുക്ക് പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞതുപോലെ വളരെ അത് ഹൈന്ദവ ഗൃഹങ്ങളിൽ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് രാമായണത്തിന് നമ്മൾ പ്രസക്തി നൽകുന്നത്, രാമായണമായാലും മറ്റ് ഇതിഹാസ പുരാണങ്ങളായാലും അവയൊക്കെ തന്നെയും ധർമ്മത്തിൻ്റെ മാർഗത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. പുരാണങ്ങളിൽ ആചാര്യന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ആചാര്യൻ പറയുന്ന ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹ ബ്രഹ്മയേ എന്ന് പറയും. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദം വിശദീകരിക്കപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. വേദോഖില ധർമ്മമൂലം. വേദം എന്ന് പറയുന്നത് എല്ലാ ധർമ്മവും, നമ്മൾ മനുഷ്യരനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും, സാമാന്യ ധർമ്മങ്ങളും വിശേഷധർമ്മങ്ങളും സമഗ്രമായിട്ട് പറയുന്നതാണ് വേദം. അപ്പോൾ ആ വേദത്തിലെ ധർമ്മരഹസ്യങ്ങളെ, ധർമ്മതത്വങ്ങളെ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിഹാസ പുരാണങ്ങൾ രചനയിലൂടെ വേദവ്യാസനും അതുപോലെ വാൽമീകി മഹർഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. ആ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ധർമ്മത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കെല്ലാം തന്നെ പരിഹാരമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അധർമ്മമാണ് എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. അധർമ്മ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമായിരുന്നത്. മാനസികമായിട്ടുള്ള ദുഃഖങ്ങളായാലും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടവും അങ്ങനെയുള്ള രോഗങ്ങളും ഒക്കെ തന്നെയും യഥാർത്ഥത്തിൽ ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ എല്ലാം നമുക്ക് മാറ്റാനുള്ള ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ധാർമ്മികമായ ചിന്തകളെ നമ്മൾ വളർത്തുക. ധാർമ്മികമായ ചിന്തയോടൊപ്പം തന്നെ ധാർമ്മികമായ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികളെ ധാർമ്മികമായ പ്രവൃത്തികളാക്കി തീർക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മാറും എന്നുള്ളതാണ് പറയുന്നത്. ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ തന്നെയും ഭക്തി, നമുക്കറിയാം, ഈശ്വരന്മാരെ ആരാധിക്കുന്നതായ ഈശ്വരീയ പുരുഷന്മാരെ കേന്ദ്രീകരിച്ചുള്ള കഥയാണെങ്കിൽ പോലും അതിലൊക്കെ തന്നെയും ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ധർമ്മമാണ്. വേദമായാലും അതുപോലെ ഇതിഹാസ പുരാണങ്ങളായാലും
എല്ലാത്തിലും ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ധർമ്മമാണ്. ധർമ്മത്തിന് വേണ്ടിയാണ്, ജനങ്ങളിൽ ധർമ്മചിന്ത വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇതിഹാസ പുരാണങ്ങളൊക്കെ തന്നെയും നിർമ്മിച്ചിരിക്കുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നു. ധർമ്മത്തെ രക്ഷിക്കുന്നയാൾ ധർമ്മ ആചരണത്തിലൂടെ ധർമ്മത്തെ രക്ഷിക്കുന്നു. ധർമ്മത്തെ അധർമ്മ ചെയ്യുന്നതിലൂടെ നാം ധർമ്മത്തെ ഹനിക്കുകയാണ്. ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ് പറയുക. അധർമ്മം ചെയ്യുന്നതിലൂടെ നാം ധർമ്മത്തെ ഹനിക്കുന്നു. അങ്ങനെയുള്ള സ്വയം ഹനിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങൾ, ശാരീരികവും അതുപോലെ മാനസികവുമായിട്ടുള്ള ദുഃഖങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതേസമയം ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ആ ധർമ്മം തന്നെ രക്ഷിക്കുമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ധർമ്മചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക ഓരോ മനുഷ്യൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൊതുവേ നമുക്കറിയാം, ജനങ്ങളിൽ ഈ അധർമ്മത്തിൻ്റെ മാർഗത്തെ സ്വീകരിക്കുവാനുള്ള പ്രവണതയുണ്ടാകും. ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയും നമുക്ക് ധർമ്മം വിട്ട് അധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു പ്രവണതയുണ്ടാകും. അത് പക്ഷേ കൂടുതൽ നമ്മുടെ ജീവിതത്തെ ദുഃഖമയമാക്കി തീർക്കുകയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ധർമ്മത്തിൻ്റെ മാർഗം അവലംബിക്കുക, ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം തന്നെ പരിഹാരമുണ്ടാകും, ശാശ്വതമായ പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഇതിഹാസ പുരാണങ്ങൾ, അതിൽ പ്രത്യേകിച്ച് രാമായണം നേരത്തെ പറഞ്ഞതുപോലെ രാമസ്യ അയനം രാമായണം, രാമൻ്റെ അയനം എന്നതുകൊണ്ട് ഗതി, സഞ്ചാരം എന്നാണ് പറയുന്നത്. അപ്പം രാമൻ്റെ ജീവിതം, അപ്പോൾ ആ രാമൻ്റെ ജീവിതം പഠിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ രാമൻ ഏതൊരു രീതിയിലുള്ള ജീവിതമാണ്, ആദർശപൂർണമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് രാമൻ. അങ്ങനെ ഒരു ജീവിതത്തെയാണ് അവലംബിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അനേകം പ്രതിസന്ധികളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ രാമൻ കടന്നു പോകുന്നുണ്ട് നമുക്കറിയാം. വളരെയധികം ജീവിതത്തെ സങ്കീർണമാക്കി തീർക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് രാമൻ. പക്ഷേ അവിടെയൊക്കെ തന്നെ ശാന്തനായിക്കൊണ്ട് അവയൊക്കെ നേരിടുന്നത് ധർമ്മത്തിൽ നിന്ന് അല്പം അണുവിട പോലും തെറ്റാതെ ധർമ്മത്തിൻ്റെ മാർഗത്തെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മഹത്തായ സന്ദേശം നാം കർക്കിടക മാസത്തിലെ രാമായണ മാസം ആചരിക്കുന്നതിലൂടെ ഒരു സന്ദേശം സമൂഹത്തിന് നൽകുകയാണ്.